എല്ലാവർക്കും അക്യു ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വളരെ വൈറലായ ഒരു പ്രൊഡക്റ്റാണ് സൺസെറ്റ് ലാമ്പ്. അപ്പം ഈ ഒരു സൺസെറ്റ് ലാമ്പ് നമ്മുടെ എല്ലാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ലൊരു ലൈറ്റിംഗ് കൊടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ ഒരു സൺസെറ്റ് ലാമ്പാണ് ഇന്ന് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. സോ ഇതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും അതല്ലാതെ റിവ്യൂവും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ വാച്ച് ദ വീഡിയോ ടിൽ ദി എൻഡ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബോക്സ് തുറന്ന് നോക്കാം, പാക്കേജിങ് എങ്ങനെയാണെന്നുള്ളതെന്ന്. സോ ഹിയർ യു ക്യാൻ സി സൺസെറ്റ് ലാമ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ സൺസെറ്റ് ലാമ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതല്ലാതെ താഴെ ഒരു ഇതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ലൈറ്റിംഗ് സീൻസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന്. പിന്നെ ഇവിടെ ഇതിൻ്റെ യൂണിറ്റിനെ കുറിച്ച് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയലും USB പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഡയറക്റ്റ് നിങ്ങൾ അഡോപ്റ്ററിലോട്ട് കുത്തുകയാണെങ്കിൽ ഇത് നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. സോ ഫോട്ടോഗ്രാഫിക്കും ആംബിയൻ ലൈറ്റിങ്ങിനും ഒക്കെ കൊള്ളാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർഡർ ചെയ്ത് RGB വേരിയൻ്റ് ആണ്, എന്ന് വെച്ചാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ ഈ 3 കളർ വെച്ചാണ് നമുക്ക് ബാക്കി കളേഴ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. എന്തായാലും എളുപ്പം നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് നോക്കാം, അതിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെ കണ്ടൻറ്റ് ആണെന്ന്. ഇത് ഒരു മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റാണ്. സോ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം കിട്ടുന്നത് നമ്മുടെ സൺസെറ്റ് ലാമ്പിൻ്റെ മെയിൻ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ലൈറ്റിംഗ് യൂണിറ്റ്. ഇതിൻ്റെ വയറുണ്ട്, അതല്ലാതെ ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ വെച്ച് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഒരു സ്റ്റാൻഡാണ്, അതല്ലാതെ താഴത്തെ സ്റ്റാൻഡിൻ്റെ ബേസും പിന്നെ ഒരു ചെറിയൊരു റിമോട്ട്. ഈ സ്റ്റാൻഡിൻ്റെ ബേസ് കണ്ടിട്ട് ഇത് ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നുന്നത്. ഒത്തിരി സ്ക്രാച്ചസ് ഒക്കെ അതിൻ്റെ മുകളിലുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ റിമോട്ട് ഒന്ന് നോക്കാം. സോ ഈ ഒരു റിമോട്ട് വളരെ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു റിമോട്ടാണ്. നമ്മുടെ ലോക്കൽ ചൈനീസ് പ്രൊഡക്ട്സിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റാൻഡേർഡ് റിമോട്ടാണ്. അപ്പം ഈ റിമോട്ട് വെച്ച് നമുക്ക് ഈ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഈ സ്ട്രിപ്പ് നമുക്ക് ഊരിയിട്ട് ഇതിൻ്റെ ബാറ്ററി ആക്ടിവേറ്റ് ചെയ്യാം. സോ ആദ്യം നമുക്ക് നമ്മുടെ ഈ ലൈറ്റ് യൂണിറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ RGB LED ലൈറ്റ്, ഒരു ലൈറ്റ് അതിൻ്റെ അകത്ത് കാണാം. അപ്പം അത് വെച്ച് ഉള്ള ഒരു ഗെയിമാണ് ഇത് കംപ്ലീറ്റ്. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ പേ ചെയ്യുന്ന ഈ ഒരു പ്രൈസ് പോയിൻറ്റ് കണക്കാക്കുമ്പം നമുക്ക് ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യാനും സാധിക്കത്തില്ല. എന്തായാലും ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ സ്റ്റാൻഡ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം കുറച്ച് ഹൈറ്റൊക്കെ നിങ്ങൾക്ക് ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ചെയറിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സാധാരണ ട്രൈപോഡിൻ്റെ കൂട്ടുള്ള അത്രയും ഹൈറ്റ് ഇതിന് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. ചെറിയൊരു ലൈറ്റാണ്. സോ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഈ മൗണ്ടിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് നോക്കാം. സോ ഇത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് ഇത് സെറ്റപ്പ് ചെയ്യാൻ എളുപ്പം. ഇനി നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ബേസിലോട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാമായിരിക്കും ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ബേസിലോട്ട് ഈ സ്റ്റാൻഡിൻ്റെ ഈ റോഡ് കയറ്റാൻ വേണ്ടി. കാരണം ഇതൊരു ലോക്കൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങിലും ക്വാളിറ്റി ചെക്കിലും ഒന്നും ഇവർ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈ ഒരു സ്റ്റാൻഡിൻ്റെ റോഡിൻ്റെ താഴത്തെ ആ റിങ്സ്, നമ്മൾ ഇത് സ്ക്രൂ ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ആ റിങ്സ് അത് പ്രോപ്പർലി മോൾഡ് ചെയ്തിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്റ്റാൻഡിൻ്റെ ബേസിലോട്ട് സ്ക്രൂ ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വെളിയിലോട്ട് ഇറങ്ങി വരുവാണ്. സോ ഇറ്റ് വാസ് എ വെരി ബിഗ് ചാലഞ്ച് ഫോർ മീ ടു ആക്ച്വലി ഇത് സ്റ്റാൻഡിൻ്റെ ആ ബേസിൻ്റെ മുകളിലോട്ട് കയറ്റി വെക്കുന്നത്. സോ എങ്ങനെയൊക്കെയോ ഞാൻ ഒത്തിരി ഫോഴ്സൊക്കെ ചെയ്ത് അത് ഫൈനലി നമ്മൾ എന്തായാലും കുറേ മെനക്കെട്ട് കഴിഞ്ഞപ്പം നമുക്ക് വേണ്ടിയ പോലത്തെ ആ ഒരു റിസൾട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ ആ ഒരു ലൈറ്റ് പ്രോപ്പർലി അസംബിൾ ചെയ്യാൻ സാധിച്ചു. എന്തായാലും ഇനിയും തിരിച്ച് നമുക്ക് ഈ ലൈറ്റ് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് നമുക്ക് എളുപ്പം മൗണ്ട് ചെയ്യാം.
ഓക്കെ, നമ്മളിത് സക്സസ്ഫുള്ളി മൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസയേർഡ് ആംഗിളിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ USB പ്ലഗ് ഞാൻ ക്വിക്ക്ലി ഒരു അഡോപ്റ്ററിലോട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ RGB ലൈറ്റ് കത്തിയിരിക്കുകയാണ്. ബൈ ഡിഫോൾട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ RGB കളേഴ്സ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് ഓൺ ചെയ്യുമ്പം വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വെരി ഈസിലി കാണാൻ സാധിക്കും അകത്തെ LED-യും അതല്ലാതെ ആ PCBയുടെ കോമ്പണൻറ്റ്സ് ഒക്കെ. സോ ഡെഫിനറ്റ്ലി കാണാൻ അത്രയ്ക്ക് ഒരു എലിഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റ് ഡസ് ഇറ്റ്സ് വർക്ക് എന്ന് വെച്ചാൽ നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷൻ നമുക്ക് നമ്മുടെ റൂമിലോ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ എന്തായാലും നമുക്ക് എളുപ്പം ഇതിൻ്റെ ഒരു ക്വിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ റിമോട്ട് വെച്ച് ഇതിൻ്റെ ലൈറ്റ്സൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളത് എളുപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ റിമോട്ട് എൻ്റെ കയ്യിൽ എടുത്തിരിക്കുകയാണ്. ഞാൻ ഓൺ ബട്ടൺ ഞെക്കുമ്പം ഇത് ഓൺ ആകുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കളർ ഞെക്കുന്നോ ആ കളറിൻ്റെ കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ലൈറ്റിലോട്ട് കത്തണം. അതാണ് ഈ റിമോട്ടിൻ്റെ ഫങ്ഷൻ. എന്തായാലും ഞാൻ ഈ റിമോട്ടിൻ്റെ എല്ലാ ഫങ്ഷനും ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എല്ലാ കളേഴ്സിലോട്ടും ഒന്ന് പോയി നോക്കാം. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാവുന്നതാണ് ഞാൻ ഞെക്കുന്ന കളറ് അനുസരിച്ചാണോ കളറ് ലൈറ്റിൽ കത്തുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ നിങ്ങളിത് മേടിക്കണോ മേടിക്കണ്ടായെന്ന്. പക്ഷേ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ആ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സോ ഐ തിങ്ക് ആ ഒരു ഓപ്ഷൻ ഡിമ്മറിൻ്റെ ആ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇവർ കൊടുത്തിട്ടില്ല. ഇതൊരു സ്റ്റാൻഡേർഡ് ജനറിക് റിമോട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ലൈറ്റ് ഡിമ്മറിൻ്റെ ആ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ സാധിക്കില്ല. സോ എനി ഹൗ നമുക്ക് ബ്രൈറ്റ്നസ് അല്ലാതെ ബാക്കി എല്ലാ ബട്ടൺസും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതാണ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ലൈറ്റ് ചേഞ്ചിങ് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റ് ചേഞ്ച് ആകുന്ന ആ ഒരു ഫ്ലോ പാറ്റേൺ ഒക്കെ നമുക്ക് അത് വെച്ച് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഓൾ ഇൻ ഓൾ ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഫോർ ദ പ്രൈസ് ദാറ്റ് വി ആർ പേയിങ്. ഇനിയും ഫർദർ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഒരു ആക്ച്വൽ യൂസ് കേസ് സിനാറിയോ നോക്കാം. സോ ഇങ്ങനെ ഈ ലൈറ്റ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡയറക്ഷനിലോട്ട് പോയിൻ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇപ്പം സബ്ജക്റ്റായിട്ട് എടുക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ നമ്മുടെ ഒരു മിഡി കീബോർഡും ഗിറ്റാറും ഒക്കെ വെച്ചേക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ സബ്ജക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഡയറക്ഷനിലോട്ട് നമ്മൾ ഈ ലൈറ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ആ റൂമിലെ ലൈറ്റ്സ് ഓഫ് ചെയ്യുക. മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മുടെ ഈ ഒരു സൺസെറ്റ് ലാമ്പ് തന്നെയായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ലൈറ്റ്സ് ഓഫ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ആകുന്നുണ്ട്. സോ ഇത് ബൈ ഡിഫോൾട്ട് നമ്മുടെ RGB ചേഞ്ചിങ് മോഡിലോട്ടാണ് കിടക്കുന്നത്. കാരണം നമ്മൾ ലൈറ്റ് ഇപ്പോൾ ഓൺ ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് എളുപ്പം നമ്മുടെ ഈ ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ലൊരു സൺസെറ്റ് ഫീൽ ഈ ഒരു റൂമിൻ്റെ അകത്ത് നമ്മുടെ ഈ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്സൈഡിലൊക്കെ പിങ്ക് കളറിൻ്റെ കളറും അതല്ലാതെ ഇടയ്ക്ക് ഒരു ബ്ലൂയിഷ് ഗ്രീൻ ടിൻറ്റ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറോ അതല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പുറകിൽ ഇതുപോലത്തെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു ക്രിയേറ്റർ അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ലൈറ്റ് മേടിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയറിനെയൊക്കെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി മസ്റ്റ് ഹാവ് കൈൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ എൻഹാൻസ് യുവർ എൻവയൺമെൻറ്റ്. എന്തായാലും നമുക്ക്
ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ റൂമിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ലൈറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അത്രത്തോളം മനസ്സിലാകത്തില്ല. കാരണം ഇത് നല്ലൊരു ഡാർക്ക് എൻവയറമെൻറ്റിൽ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് കളറിൻ്റെ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഹിയർ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഇതൊക്കെ നിങ്ങളുടെ യൂസ് കേസ് സിനാറിയോ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ഒരു ഡാർക്ക് എൻവയറമെൻറ്റിൽ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടത്തുള്ളൂ. ഒരു ലൈറ്റപ്പ് ആയിട്ടുള്ള എൻവയറമെൻറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്ന ഒരു റൂമിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. സോ യു ക്യാൻ സീ ഇതിൻ്റെ അകത്ത് നല്ല ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് നമ്മൾ ഫേഡ് മോഡാണ് ഓൺ ചെയ്തേക്കുന്നത്, അതായത് സ്ലോ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആകുന്നത്. അതല്ലാതെ സോബ് മോഡുണ്ട്, അതിൻ്റെ അകത്ത് എളുപ്പം ലൈറ്റ്സൊക്കെ സ്വിച്ച് ആകും. അങ്ങനെ മൾട്ടിപ്പിൾ മോഡ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വൈബ് അനുസരിച്ച് ഇതിൻ്റെ ഈ കളേഴ്സും മോഡ്സും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കളേഴ്സിൻ്റെയും ഒരു ഔട്ട്പുട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾ ഇത് മേടിക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് നല്ലതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ റിമോട്ട് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഈ ഒരു റിമോട്ട് വെച്ച് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയും ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. യൂഷ്വലി നമ്മളങ്ങനെ കാണുന്നതല്ല, പക്ഷേ നമ്മൾ ഈ റിമോട്ടിൽ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫ്രണ്ടിൽ നിന്ന് എവിടുന്നോ സർഫേസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ റിസീവറിൻ്റെ അകത്തോട്ട് പോകുന്നത്. സോ എന്തായാലും ഇത് നല്ലൊരു റിമോട്ട് നമുക്ക് കൂടെ കിട്ടുന്നതുകൊണ്ട് വളരെ ഒരു ഹാൻഡി ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ലൊരു ആംബിയൻസ് ഇത് റൂമിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടോ അറ്റ്മോസ്ഫിയറോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു ലൈറ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വേറെ കുറേ വേരിയൻറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. സിംഗിൾ ലൈറ്റ് മാത്രമായിട്ടുള്ള ഒരു വേരിയൻറ്റും ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കളേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു സൺസെറ്റ് കളർ മാത്രമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ RGB വേരിയൻറ്റ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പ്രൈസ് ബാക്കിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലായിരിക്കും, കാരണം ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ എന്തായാലും ലൈറ്റിനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് കളറും ഡെയിലി യൂസും അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി എളുപ്പം നമുക്ക് ഫർദർ ഈ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റർണൽ കോമ്പോണൻറ്റ്സ് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം എക്സാക്ട്ലി എന്തുവാ അതിൻ്റെ അകത്തുള്ളത്. സോ
ഇതിൻ്റെ ബാക്ക് സൈഡ്, ഈ ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ലോക്കിംഗ് സിസ്റ്റം ഇവർ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിംപ്ലി ഈ ലോക്കിംഗ് സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഇതിൻ്റെ ഇൻറ്റേർണൽ കോമ്പോണൻസിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പം അഥവാ ഈ ലൈറ്റ് കേടൊക്കെ ആകുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈസിലി റിപ്പയർ ചെയ്യിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഐ തിങ്ക് ഇത് റിപ്പയർ ചെയ്യുന്ന ആ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം പുതിയൊരു ലൈറ്റ് ഓർഡർ ചെയ്യാൻ സാധിക്കും. ഈ ലൈറ്റിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു RGB ബൾബാണ്. അപ്പം ഈ RGB LED ആണ്. ഈ RGB LEDയും പിന്നെ ഈ വലിയൊരു ലെൻസ് പോലത്തെ ഈ സാധനമാണ്. ഈ ലെൻസാണ് നമ്മുടെ ഒരു സൺസെറ്റ് സ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ലെൻസ് ഇല്ലാതെ നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം നോർമൽ ഒരു LED ബൾബ് കത്തുന്ന പോലെ ആയിരിക്കും കത്തുന്നത്. പിന്നെ ഇതാണ് ചെറിയൊരു PCBൻ്റെ അകത്തുള്ള പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ മുകളിൽ തന്നെ നമുക്ക് സെൻറ്ററിൽ കാണുന്നതാണ് RGB LED ലൈറ്റ്. അപ്പം ഈ ഒരു LED വെച്ചാണ് നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അതല്ലാതെ ഇവിടെ കുറേ നമുക്ക് വേറെ കോമ്പണൻറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന ഈ കറുത്ത ഒരു സാധനമാണ് നമ്മുടെ IR റിസീവർ. അപ്പോൾ നമ്മൾ റിമോട്ടിൽ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ റിസീവറാണ് റിസീവ് ചെയ്ത് അതനുസരിച്ച് ലൈറ്റ്സ് ചേഞ്ച് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു ഇക്കണോമിക്കൽ ആയിട്ട് ആണ് ഇവർ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ഒരു കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ ലെൻസിൻ്റെയും LED ലൈറ്റിൻ്റെയും ഇടയ്ക്ക് ഇരിക്കുന്ന ഈ ഒരു തിൻ ഷീറ്റാണ്. ഈ ഒരു ഷീറ്റ് നമ്മുടെ ലൈറ്റിനെ മൾട്ടിപ്പിൾ കളേഴ്സിലോട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. സോ ഡെഫിനറ്റ്ലി വളരെ ഒരു കൂളായിട്ടുള്ള ഒരു ഇന്നോവേഷനാണ്. എന്തായാലും നമ്മൾ ഈ ഒരു ലൈറ്റ് ലെൻസ് ഇല്ലാതെ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ചെറിയൊരു PCBയും കൊണ്ടാണ് ഈ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ചീപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൻ്റെ അകത്തെ ആംബിയൻസും വൈബും ഒക്കെ ഈസിലി സെറ്റ് ചെയ്യാവുന്നതാണ്. സോ എന്തായാലും നമുക്ക് തിരിച്ച് ഈ ഒരു ലൈറ്റിൻ്റെ യൂണിറ്റ് തിരിച്ച് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് കുറേ ഈ ലൈറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കല്ല്. നിങ്ങളുടെ ക്രിയേറ്റേഴ്സായിട്ടുള്ള ഫ്രണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റിങ്ങും ഇൻറ്റീരിയറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഞാൻ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, അൺബയസ്ഡ് വീഡിയോസ്, ജെന്യുവൻ ഒപ്പീനിയനുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഔട്ട് ഓൺ എനി അതർ videos that I upload. Don't forget to subscribe, share and like this video. Till then, this is Akshay signing off and you are watching Akio Life Malayalam.